എപ്പിസോഡ് തുടക്കത്തിൽ സാസി വില്ലേജിലെ ആ വലിയ കാട്ടുപന്നികളെ പിടിക്കാൻ വേണ്ടി വന്ന ആസ്തേനെയാണ് നമ്മൾ കാണുന്നത്. മാജിക് പവർ ഇല്ലാത്ത ആസ്ത ആ കാട്ടുപന്നിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അതിന് മുമ്പിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതാണെങ്കിൽ ഇപ്പൊ ഇവനെ കൊല്ലുവടാന്നും പറഞ്ഞു വന്നുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ട് നോയൽ, ഏയ് മാഗ്ന, നിനക്കൊന്ന് അവനെ സഹായിച്ചൂടെ എന്ന് അവനോട് ചോദിക്കുന്നു. ഏയ് അതൊന്നും പറ്റില്ല, ഞാൻ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്, എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഇങ്ങനത്തെ സമയത്തെ എനിക്ക് റെസ്റ്റ് എടുക്കാൻ ഒരു സമയം കിട്ടൂ. കുഴപ്പമില്ല, അവൻ കുറച്ചുകൂടി ഇംപ്രൂവ് ആവാനുണ്ട് എന്ന് പറഞ്ഞ് അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാഗ്ന. അത് ശരിയാണ്, പക്ഷെ അവൻ ഇത്രയും കഷ്ടപ്പെടുന്നില്ലേ? ഹേയ്, നിനക്ക് അവനെ സഹായിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ പോയി സഹായിക്കേ, എന്നെ ഒന്ന് വെറുതെ വിട് എന്ന് മാഗ്ന അവളോട് പറയുന്നു. സോ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആസ്തയെ സഹായിക്കാൻ തീരുമാനിക്കുവാണ് നോയൽ. ഇതിനോടകം തന്നെ ആസ്ത ആ കാട്ടുപന്നിയുടെ മുമ്പിൽ പെട്ടൊരവസ്ഥയിൽ നിൽക്കുവാണ്. അതെ, എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ നോയൽ അവളുടെ വാട്ടർ മാജിക് ഉപയോഗിച്ച് അതിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ പെട്ടെന്നാണ് ആ വാട്ടർ ബോൾ ആസ്തയ്ക്ക് നേരെ പോകുന്നത്. അതുകൊണ്ട് ആസ്ത തെറിച്ചങ്ങ് വീഴുന്നു. പെട്ടെന്നാണ് തെറിച്ചു വീണ ആസ്തയെ ആ കാട്ടുപന്നി ഒറ്റ കുത്തങ്ങ് കുത്തുന്നത്. എന്നാ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുവാണ് മാഗ്ന. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുവാണ് നോയൽ. സോ വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്റെ ഗ്രിമോരിയിൽ നിന്നും ആ വലിയ സോഡ് എടുത്ത് കാട്ടുപന്നിക്ക് നേരെ പോവാണ് ആസ്ത. യെസ്, ഞാനത് ചെയ്തു. ഞാൻ വിചാരിച്ച പോലെയല്ല, ഇത് കുറച്ച് സിമ്പിൾ ആയിരുന്നു എന്ന് ആസ്ത പറയുന്ന സമയത്താണ്, ഹേയ്, നീ വളരെ നന്നായിട്ട് എന്നെ ചെയ്തു, പക്ഷേ ഇതൊന്നും അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാണ് മാഗ്ന. നോക്കുന്ന സമയത്താണ് അതുപോലത്തെ വേറെയും കാട്ടുപന്നികൾ അവിടെ നിൽക്കുന്നത് അവൻ കാണുന്നത്. അങ്ങനെ അതിനെല്ലാം അടിച്ചു തോൽപ്പിച്ച് മാഗ്നയും ആസ്തയും അതിനെയും പൊക്കിക്കൊണ്ട് സാസി വില്ലേജിലോട്ട് പോകുന്നു. ആസ്ത, നീ ശരിക്കും സൂപ്പറാടാ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും സഹായിക്കേണ്ടി വരുമെന്ന്, എന്നാ നീ തന്നെ മുഴുവനായിട്ട് ഇത് മാനേജ് ചെയ്തു. സോ തീർച്ചയായിട്ടും ഇന്നൊരു വലിയ പിഗി പാർട്ടി തന്നെയുണ്ട് എന്ന് പറയുവാണ് മാഗ്ന. ഈ സാസി ഗ്രാമത്തിലെ ചീഫിന്റെ പേര് സാഗി എന്നല്ലേ? അവർ നിങ്ങളുടെ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുകയാണ് നോയൽ. അതെ, എനിക്ക് ശരിക്കും ഒരുപാട് വർഷങ്ങളായിട്ട് അവരെ അറിയാം. റൊയോക്കോ ഗ്രാമത്തിലാണ് ഞാൻ ശരിക്കും ജനിച്ചത്. ആ ഗ്രാമത്തിലിരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. എന്നാ എന്റെ ഗ്രിമോരി എനിക്ക് കിട്ടിയ സമയത്താണ് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹം എന്നിലോട്ട് വന്നത്. അങ്ങനെ ഞാൻ സാസി വില്ലേജിലോട്ട് വന്നു. എന്നാൽ ഇവിടെയും എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. എന്റെ മാജിക് ഉപയോഗിച്ച് ആളുകളെ എല്ലാം പേടിപ്പിച്ച് എനിക്ക് അവരുടെ മുമ്പിൽ ഒരു വില ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നാ പിടിച്ചോ. ഡേയ്, നീ എന്തുവാടെ ചെയ്യുന്നേ? മര്യാദയ്ക്ക് അവിടെ എങ്ങാനും നിന്നോ. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അവന്റെ പുറകെ ഓടുവാണ് സാഗി. ഹേയ് കിളവാ, എന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുവാണോ? അതിന് നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഞാൻ ആരാണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഡേയ്, നിന്നെ കൊണ്ട് എന്റെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല. എന്റെ പവർ എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ സാഗി ഒരുപാട് സോഡുകൾ അവന് നേരെ പറഞ്ഞു വിടുന്നു. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. സോ ചുമരിൽ തറച്ചു നിൽക്കുന്ന മാഗ്നയുടെ പാന്റ് ഒരു തല്ലുവാണ് സാഗി. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയം. ഈ കാര്യം നിങ്ങളോട് പറയാൻ എനിക്ക് യാതൊരുവിധ നാണവും തോന്നുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഒരുപാട് പ്രാവശ്യം സാസി ഗ്രാമത്തിലോട്ട് പോയിട്ട് പണി മേടിക്കുന്ന മാഗ്നനെയാണ്. അവരെ പറ്റി പിന്നീടാണ് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത്. കാണാനൊരു വയസ്സനാണെന്നേ ഉള്ളൂ, പക്ഷെ പുള്ളിക്കാരൻ യങ്ങാണ്. അവരെ മറികടന്ന് ആ സ്ഥലത്തോട്ട് പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ പുള്ളിക്കാരൻ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ്. എന്നെ ആദ്യമായിട്ട് എൻട്രൻസ് എക്സാമിന് കൊണ്ടുപോയതേ അവരാ എന്ന് പറയുവാണ് മാഗ്ന. നീ ശ്രമിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് സാധിക്കും. ഒരു മാജിക് നൈറ്റ് ആവാനുള്ള മുഴുവൻ ക്വാളിറ്റിയും ഞാൻ നിന്നിൽ കാണുന്നുണ്ട്. അത് ശരിയാ, ഏതോ ഒരു മൂലയിൽ നിന്ന് വന്ന ഞാൻ ഇതുവരെയൊക്കെ എത്തിയതേ വലിയ കാര്യമാണ്. ഹേയ്, അങ്ങനെയൊന്നും പറയല്ലേ. നീ ഒരു കല്ല് പോലെയാണ്. നിന്നെ തകർക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. നിനക്ക് വേണ്ടി ആരും ഉപകാരം ചെയ്യുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നിന്റെ ഫ്യൂച്ചർ എപ്പോഴും നിന്റെ കയ്യിലായിരിക്കണം. നീ വേണം അതിന് പരിശ്രമിക്കാൻ. എന്നെ കൊണ്ടോ ഞാൻ വിചാരിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ല, പക്ഷെ നീ അത് ചെയ്യണം. മനസ്സിലാക്കും മാഗ്ന, ഒരു നല്ല മനുഷ്യനായിരിക്കുക. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഈ മാജിക് നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിനക്ക് അതുപോലും അറിയില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരവനെ തല്ലുന്നു. അന്ന് ഞാൻ ആ ചോദ്യം ചോദിച്ച് അവരുടെ കയ്യിൽ നിന്ന് അടിമേടിച്ചത് കൊണ്ടാണ് ഇന്ന് ഇവിടെ വരെയൊക്കെ എത്തിയത്. ആ മാജിക് നൈറ്റ് കോമ്പറ്റീഷനിൽ പാസ് ആയതുകൊണ്ട് എന്നെക്കാൾ കൂടുതൽ സന്തോഷിച്ചത് ശരിക്കും അവരാ. ഓ, കേട്ടിട്ട് അവർ വളരെയധികം നല്ലവരാണെന്ന് തോന്നുന്നു. അവരുടെ കൂടെ ഒന്ന് ബെറ്റ് വെച്ച് നോക്ക്, അപ്പൊ അറിയാം. ഇതുപോലെയുള്ള ടൗണിലോട്ടൊക്കെ വന്ന് എല്ലാവരുടെ കയ്യിലും ബെറ്റ് വെച്ച് അതിൽ വിജയിച്ച് അതിൽ നിന്നും കിട്ടുന്നതെല്ലാം അവരുടെ ഗ്രാമത്തിലെ ആളുകൾക്ക് വേണ്ടി ചെലവാക്കുന്നു. ചില സമയത്ത് എന്നെ കാണാൻ വേണ്ടിട്ടും അവരിങ്ങോട്ട് വരും. ഞാൻ എന്റെ ലൈഫില് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം തന്നെ അവരാ. അവരെ പോലെയായി മാറണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് മാഗ്ന അവരോട് പറയുന്നു. അപ്പോഴാണ് അവരാ കാഴ്ച കാണുന്നത്. സാസി വില്ലേജിന് മുകളിലായിട്ട് ഒരുപാട് ഫോഗുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ പെർട്ടിക്കുലർ ഭാഗത്ത് മാത്രം എങ്ങനെയാ ഫോഗ് വന്നേ എന്ന് ആസ്ത ചിന്തിക്കുന്ന സമയത്താണ്, എടാ മണ്ട, അത് മാജിക് പവർ ആണ്. ഇത്രയായിട്ട് നിനക്കത് മനസ്സിലായല്ലേ എന്ന് ചോദിക്കുകയാണ് നോയൽ. പെട്ടെന്ന് തന്നെ അവരതിന്റെ അടുത്തോട്ട് പോയി നോക്കുവാണ്. ഇതിനുള്ളിൽ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ണുകെട്ടി നടക്കുന്നത് പോലെ ആയിരിക്കും എന്ന് നോയൽ അവരോട് പറയുന്നു.
മാജിക് മിസ്റ്റ് ഉപയോഗിച്ച് ഈ മുഴുവൻ വില്ലേജിനെയും ആരോ കവർ ചെയ്തിരിക്കുവാണ്. ഈ വില്ലേജിലുള്ള ആരും ഇങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും ഇവിടെ എന്തോ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മാഗ്ന ആസ്തയുടെ വാളെടുത്ത് വീശാൻ വേണ്ടി പറയുന്നു. ആദ്യം അവൻ ഓക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നെയാണ് അവൻ ആ കാര്യം ആലോചിക്കുന്നത്. ഈ സോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാ ഈ മിസ്റ്റിനെ കട്ട് ചെയ്യാ? നിങ്ങൾ എന്നെ കളിയാക്കല്ലേ, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അവൻ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഡേയ്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ നിന്നോട് കോമഡി പറയുമെന്ന് തോന്നുന്നുണ്ടോ? മര്യാദക്ക് മാജിക് സോഡ് യൂസ് ചെയ്യ. ഇത് കേട്ട ആസ്ത ആ സോഡ് പുറത്തെടുത്ത് ഫോഗെല്ലാം വീശി അവിടെ നിന്നും മാറ്റുന്നു. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാജിക് ആണ്. ശരിക്കും ഇതിന് പുറകിൽ വലിയ എന്തോ കാര്യം നടക്കുന്നുണ്ട് എന്ന് നോയൽ പറയുന്ന സമയത്താണ് അവരുടെ മുമ്പിൽ കുറച്ചു പേർ കൂട്ടത്തോടെ ഇരിക്കുന്നവർ കാണുന്നത്. അപ്പോഴാണ് അവർ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അവരുടെ എല്ലാം തലയ്ക്ക് മുകളിൽ ഒരു മാജിക് ക്രിസ്റ്റൽ ഉപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തി ഇരുത്തി വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ജോലി ആരംഭിക്കുക എന്നൊരാൾ പറഞ്ഞതും ആ മാജിക് ക്രിസ്റ്റൽ അവിടെ ഇരിക്കുന്നവർക്ക് നേരെ പോകുന്നു. എക്സ്പ്ലോസീവ് കാറ്റ ഷോട്ട് എന്നും പറഞ്ഞ് മാഗ്ന അവന്റെ പവർ അതിന് നേരെ പറഞ്ഞു വിടുന്നു. സോ ആ മാജിക് ക്രിസ്റ്റലിൽ നിന്നും ജനങ്ങളെ രക്ഷിച്ച എല്ലാവരും ഇവരെ തന്നെ നോക്കുന്നു. ഇത് മാജിക് നൈറ്റ് ആണോ? ഇവര് നമ്മളെ സഹായിക്കാൻ വരുമോന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എന്ന് അവർ പറയുന്നു. ഹേയ് മാഗ്ന, നീയോ എന്നതിൽ ഒരാൾ ചോദിക്കുന്നു. ഹേയ് നിക്ക്, ഇവിടെ എന്താ നടക്കുന്നേ? അപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. ആ ഗ്രാമത്തിന്റെ ചീഫായിട്ടുള്ള സാഗിയത അവിടെ മരിച്ചു കിടക്കുന്നു. എഴുന്നേക്ക് മുത്തശ്ശ, എഴുന്നേക്ക്, മാജിക് നൈറ്റ് നമ്മളെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിക്ക്. ഇതിനെല്ലാം കാരണം നീയാണോ എന്ന് ചോദിക്കുകയാണ് മാഗ്ന. എന്റെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. 10 മിനിറ്റ് കൊണ്ട് എല്ലാം ഞാൻ അവസാനിപ്പിക്കും. സോ ഇവന്റെ പേരാണ് ഗ്രീസ്. മാജിക് ക്രിസ്റ്റൽ ഉപയോഗിച്ച് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവൻ. സോ അത്രയും വലിയ ക്രിസ്റ്റൽ തടയാനുള്ള പവർ നമ്മുടെ മാഗ്നയുടെ കയ്യിലില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്നതാ ആസ്ത അതിന് നേരെ ഓടുന്നു. ആസ്ത, നിന്നെ ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് ആസ്ത അവനോട് പറയുന്നു. എന്തിനു വേണ്ടിട്ടാ നീ ഇത് ചെയ്യുന്നേ? എന്താ നിന്റെ മോട്ടീവ്? ഇവൻ ഡയമണ്ട് കിണ്ടത്തിലെ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഈ സ്ഥലം മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി വന്നവരാണോ? ദ ബ്ലാക്ക് ബുൾസ്. വളരെയധികം റഫായിട്ടുള്ള അൺഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു മാജിക് സ്ക്വാഡ് ഉണ്ടെങ്കിൽ അത് ഇവർ മാത്രമാണ്. ഇവരുടെ കൂടെയൊക്കെ കളിച്ച് സമയം കളയാൻ നമ്മുടെ കയ്യിൽ അത്രയും സമയവുമില്ല. 5 മിനിറ്റ്. എല്ലാത്തിനെയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്ക. പിന്നീട് നമ്മൾ അന്വേഷിച്ചു വന്നത് കണ്ടുപിടി. സോ മിസ്റ്റ് മാജിക് ഉപയോഗിച്ച് ആസ്തയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിലെ ഒരുത്തൻ. എന്ന വളരെ സിമ്പിൾ ആയിട്ട് തന്റെ സോഡ് ഉപയോഗിച്ച് ആസ്ത അത് കട്ട് ചെയ്ത് മാറ്റുന്നു. ഓ, എന്റെ ക്രിസ്റ്റൽ ഇത് ഉപയോഗിച്ചിട്ടാണോ അവൻ കട്ട് ചെയ്തേ? ഇത് എന്ത് തരത്തിലുള്ള മാജിക് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ വലിയ സോഡിൽ എന്തോ ഒരു പവർ ഉണ്ട്. എന്തിനാ ഈ ഗ്രാമത്തെ ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നേ? സത്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് ആസ്ത അവരോട് പറയുന്നു. ഈ രാജ്യത്ത് പ്രധാനമായിട്ട് 3 റീജിയൻസ് ആണുള്ളത്. ഫസ്റ്റ് നോബിൾ ഡ്രെയിൻ, അവിടെയാണ് നോബിലിറ്റി ഉള്ളത്. പിന്നെയുള്ളത് കോമൺ ഡ്രെയിൻ, അവിടെയാണ് സിറ്റിസൻസ് ഉള്ളത്. പിന്നെ ദ 4 സെക്കൻഡ് റിയൽ, സാസി ഗ്രാമത്തിലുള്ളവർ അവിടെയാണ് താമസിക്കുന്നത്. വലിയ രീതിയിലുള്ള മാജിക് പവർ ഇല്ലാത്ത ഇവരെല്ലാം പേടിച്ച് ജീവിക്കുന്നവരാണ്. ഇവരുടെ കയ്യിൽ യാതൊരുവിധ ബീസ്റ്റും ഇല്ല, വലിയ വലിയ ടൂൾസും ഇല്ല. സോ ഇവരെല്ലാം ഇല്ലാതാക്കുന്നത് എന്തിനാണെന്ന് നീ എന്നോട് ചോദിച്ചില്ലേ? എന്റെ സമയം കളയുന്നവരെ ഇല്ലാതാക്കുന്നതാണ് എന്റെ ജോലി തന്നെ. നിനക്കൊക്കെ മാജിക് പവർ ഉള്ളതുകൊണ്ട് നീ ഇവിടെ വന്നു നിൽക്കുന്നു. എന്ന് ഇവർക്കൊന്നും ജീവിക്കാനുള്ള അർഹത പോലും ഇല്ല. ഇവരെ പോലെയുള്ളവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നിന്റെ ഡ്യൂട്ടി ആയിരിക്കാം. പക്ഷെ എന്നെ പോലെയുള്ളവരുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ലെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് ഗ്രീസ് പറയുന്ന സമയത്താണ് ആസ്ത ഒരു കാര്യം ആലോചിക്കുന്നത്. ഈ ഗ്രാമത്തിൽ താമസിക്കുന്നവർ വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയാണ് ജീവിക്കുന്നത്. എന്നാൽ റോയൽ ക്യാപിറ്റലിൽ ജീവിക്കുന്നവർ എപ്പോഴും തങ്ങളെക്കാൾ പവർഫുൾ ആയിട്ടുള്ള മാജിക് പവർ ഉള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഈ വലിയ മാജിക് പവർ ഉള്ളവരൊക്കെ ചെറിയ മാജിക് പവർ ഉള്ളവരെ അവരെ കീഴിലായിട്ടായിരിക്കും കാണുക. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും മനുഷ്യരല്ലേ എന്ന് പറയാണ് സിസ്റ്റർ ലില്ലി. ഇത് കേട്ട ആസ്ത, അങ്ങനെയാണോ? എന്നാൽ ഞാൻ തീർച്ചയായിട്ടും വിസർ കിങ് ആയിട്ട് ഇതിനൊരു മാറ്റം കൊണ്ടുവരും. എല്ലാവരെയും ഒരുപോലെ കാണാൻ ഞാൻ അവരെ പഠിപ്പിക്കും. ഇത് കേട്ട് നാഷ്, വിസാർഡ് കിങ് പോയിട്ട് മാജിക് നൈറ്റ് ആവാൻ പോലും നിന്നെ കൊണ്ട് സാധിക്കില്ല. ബിക്കോസ് നിന്റെ കയ്യിൽ മാജിക് പവർ പോലും ഇല്ലടാ എന്ന് അവനോട് പറയുന്നു. ഇതെല്ലാം ആലോചിച്ച് ആസ്ത ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്ത് തീർച്ചയായിട്ടും ഞാൻ ഇവരെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറയുവാണ് ആസ്ത. ഓ, ചാവാൻ നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണോ? ഐസ് ആൻഡ് മിസ്റ്റ് കോമ്പൗണ്ട് മാജിക്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും നിന്നെ കൊണ്ട് രക്ഷിക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എന്റെ ലൈഫില് ഒരു കാര്യത്തിനും ഞാൻ ടൈം വേസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി കളയാൻ എന്റെ കയ്യിൽ അത്രയും സമയവും ഇല്ല എന്ന് പറഞ്ഞ് അവർ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ ആസ്ത ആ സോഡ് ഉപയോഗിച്ച് അവരുടെ മാജിക് അവർക്ക് നേരെ തന്നെ പറഞ്ഞു വിടുന്നു. ഓ, അതുപയോഗിച്ച് മാജിക് ക്യാൻസൽ ചെയ്യാൻ മാത്രമല്ല റിഫ്ലക്ട് ചെയ്യാനും സാധിക്കുമല്ലേ? പക്ഷെ എന്നാലും എന്നെ അറ്റാക്ക് ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഗ്രീസ് വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ ആസ്തയും മാഗ്നയും ചേർന്ന് അതെല്ലാം തന്നെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു.
എത്രയൊക്കെ ശ്രമിച്ചാലും ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള 4 പേരാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞങ്ങൾ 2 പേരെ കൊണ്ട് ഇവരെ എതിർത്ത് അധികം നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ ഒരു മാജിക് നൈറ്റ് ആണെന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്നിടത്തോളം നേരം ഇവിടെ ഇരിക്കുന്ന ഒറ്റൊരുത്തിനെയും തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവരുടെ അറ്റാക്ക് എല്ലാം തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാഗ്ന. ഇതേസമയം നോയൽ അവളുടെ വാട്ടർ മാജിക് ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാ അവളെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. എന്ത്, ഒരു മാജിക് നൈറ്റിനെ കൊണ്ട് അവരുടെ മാജിക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെന്നോ? ബ്ലാക്ക് ബുൾസ് എങ്ങനത്തെവരാണെന്ന് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞ് ഗ്രീസ് വീണ്ടും അവിടുത്തെ സാധാരണക്കാരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെ നിന്നും ഒഴിഞ്ഞു മാറിയേക്ക് ബ്ലാക്ക് ബുൾസ്. നിങ്ങളെ കൊണ്ട് ഒരിക്കലും ഇവരെ രക്ഷിക്കാൻ സാധിക്കില്ല. ഇല്ല, അങ്ങനെ തോറ്റ് പിന്മാറുന്നവരല്ല ബ്ലാക്ക് ബുൾസ്. ഞങ്ങളുടെ യഥാർത്ഥ പവർ എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മാഗ്നയും ആസ്തയും അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതേസമയം നോയൽ തന്നെ കൊണ്ട് പവർ യൂസ് ചെയ്യാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുവാണ്. ഇവിടെ ഉള്ളവരെക്കാൾ മാജിക് പവർ എന്റെ കയ്യിൽ ഉണ്ടായിട്ടും എന്നെ കൊണ്ട് എന്താ ഇവരെ രക്ഷിക്കാൻ പറ്റാത്തെ? അത്രയും വലിയ പവർ എന്റെ കയ്യിൽ ഉണ്ടായിട്ടും എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ. ഇല്ല, ഞാനൊരു റോയൽറ്റിയാണ്. ഞാനിവിടെ ഒരു സാധാരണ ഗ്രാമത്തിൽ ഒരിക്കലും ചാവില്ല. ഇവരൊക്കെ ഇവിടെ വിട്ട് എന്നെ കൊണ്ട് പേടിച്ചോടാനും സാധിക്കില്ല എന്ന് പറയുന്ന സമയത്താണ് ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കുക മാജിക് നൈറ്റ്. ദയവ് ചെയ്ത് ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നൊരു കുട്ടി അവളോട് പറയുന്നത്. ഒരു ചെറിയ കുട്ടി എന്റെ കണ്ണിൽ നോക്കി എന്നോട് സഹായം ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ ഇവരെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ എന്ന് അവൾ പറയുന്ന സമയത്താണ് അവളുടെ ഗ്രിമോരി ഓപ്പൺ ആവുന്നത്. അതിനകത്ത് ഒരു പുതിയ സ്പെൽ ക്രിയേറ്റ് ആവുന്നു. ഒരു മാജിക് നൈറ്റ് ആയിട്ടുള്ള എന്നെ കൊണ്ട് ഒരിക്കലും പേടിച്ചോടാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഞാൻ ഇവരെ പ്രൊട്ടക്ട് ചെയ്യും. ബിക്കോസ് ഐ ആം എ ബ്ലാക്ക് ബുൾ സ്ക്വാഡ് മെമ്പർ.